ചരിത്രത്തിലാദ്യമായി BJPക്ക് മേയർ സ്ഥാനം ലഭിക്കുകയാണ് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ആരായിരിക്കും തിരുവനന്തപുരത്തെ ആ ചരിത്ര മേയർ? ഈ തൊപ്പി വെച്ച വിജയത്തിന് തൊപ്പി വെച്ച ശീലമുള്ള ശ്രീരേഖ IPS ആയിരിക്കും മേയർ, സംശയം വേണ്ട. അതൊരു മാറ്റം വരുത്താൻ NDA തയ്യാറാവില്ല. കാരണം അവരായിരിക്കും മേയർ എന്ന് പറയാതെ പറഞ്ഞു അങ്ങനെ മുൻനിർത്തിയുമാണ് ഈ ഇലക്ഷനിൽ NDA മുന്നോട്ട് പോയത്. ജനങ്ങളെല്ലാം ധരിച്ചിരിക്കുന്നതും ശ്രീരേഖ IPS മേയറാകുമെന്ന് തന്നെയാണ്. അതിനകത്ത് മാറ്റം വരാൻ സാധ്യത കുറവാണ്. അല്ല, പക്ഷെ BJPക്കുള്ളിൽ മുതിർന്ന നേതാക്കളുണ്ടല്ലോ. അതുണ്ട്. പക്ഷേ എന്നാലും ഇതുപോലൊരു വിജയം നേടാനായിട്ട് ഒരു നേതൃത്വം പോലെ നിൽക്കാൻ കഴിഞ്ഞത് ശ്രീരേഖ IPSന് തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു സ്റ്റേച്ചറിലിരിക്കുന്ന ഒരാൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചീഫ് സെക്രട്ടറി പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് IPSലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണല്ലോ DGP. ആ റാങ്കിലിരുന്ന ഒരാൾ ഒരു കൗൺസിലറായിട്ട് ഒരു പഞ്ചായത്ത് മെമ്പറുടെ പോലെയല്ലേ ഉള്ളൂ ഒരു കൗൺസിലർ. ഒരു പക്ഷേ ഇവിടെ BJP ഇത്രയും സ്ഥാനം പിടിച്ചില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വെറും ഒരു കൗൺസിലറായിട്ടിരിക്കണ്ടേ. പക്ഷെ അതിനവർ തയ്യാറായി. ആ സന്നദ്ധതയ്ക്ക്, ആ മഹാമനസ്കതയ്ക്ക് BJP തീർച്ചയായിട്ടും നന്ദിപൂർവ്വം അവരെ മേയറാക്കുമെന്ന് തന്നെയാണ് എൻ്റെ ബലമായ വിശ്വാസം. അത് തന്നെ നടക്കുകയും ചെയ്യും. ഇനി അങ്ങനെ മേയർ ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ BJPയുടെ മുന്നേറ്റം? BJPയുടെ മുന്നേറ്റം ഇവിടുത്തെ തന്നെ നരേന്ദ്രമോദി നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മേയർ ആയിരിക്കില്ല നിശ്ചയിക്കുന്നത്. അത് BJPയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ചേർന്ന് വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു വികസിത തിരുവനന്തപുരം എന്താണ് എന്ന് കേരളത്തിനൊന്നാകെ കാഴ്ച കൊടുക്കുന്ന ഒരു പ്രകടനമായിരിക്കും ഇവിടെ നടത്താൻ അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇനി മറ്റ് ജില്ലകൾ, മറ്റ് വാർഡുകൾ, മറ്റ് നഗരസഭകൾ, ഗ്രാമസഭകളൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിലെ മുന്നേറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. BJPക്ക് മുന്നേറാൻ കഴിയാത്ത വന്നതിൻ്റെ ഒരു പ്രധാന കാരണവും താമര നേമത്ത് വിരിഞ്ഞതിന് ശേഷം നേമത്തിന് വേണ്ട പരിഗണന BJPയുടെ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, അവിടുത്തെ MLA ആയിട്ട് ജയിച്ച O രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അവിടെ ഒരു മാതൃകാ മണ്ഡലം നേമത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിയമം നഷ്ടപ്പെടില്ലായിരുന്നു. മാത്രമല്ല വേറെയും പല സീറ്റുകൾ ലഭിച്ചേനെ. നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പാലക്കാട് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല, പന്തളം നഷ്ടമായിട്ടുണ്ട്, പല മുനിസിപ്പാലിറ്റികളും നഷ്ടമായി. MP സ്ഥാനമുള്ള തൃശ്ശൂരിൽ തിരിച്ചടിയാണ്. അപ്പോൾ ഇങ്ങനെ മുഴുവനായി നാം പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് BJPയുടെ അവസ്ഥ? അല്ല, ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഈ BJPയുടെ മുന്നേറ്റം പോയിരിക്കുന്നത്. BJP ഉദ്ദേശിച്ച കുറേ വോട്ട് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞെങ്കിലും സീറ്റുകൾ പിടിക്കാൻ കഴിയാത്തത് അന്തർധാരകൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ആ അന്തർധാര എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകൾ പലതും നിർണായകമായി BJPക്ക് എതിരാകാൻ വിധത്തിൽ പോയിട്ടുണ്ട്. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് പല സീറ്റിലും LDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പരാജയം ഉണ്ടാകേണ്ടതായിരുന്നു. ഇതിലും വലിയ പരാജയം ഉണ്ടാകേണ്ടതായിരുന്നു. അവരിൽ പലരും ജയിച്ചിട്ടുണ്ട്. ജയിച്ചതിൻ്റെ കാരണം ഇവിടെ BJP ജയിക്കുന്നതിനേക്കാൾ ഭേദം LDF ആണെന്ന് പറഞ്ഞ് ഇപ്പോഴും ഈ ഒരു വോട്ടുമറിക്കൽ തന്ത്രം ഇവിടെയും നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് NDAക്ക് ഒരു 55 സീറ്റ് എന്നുള്ള ഫിഗറിലേക്കെങ്കിലും പോകാൻ കഴിയാത്തത്. പിന്നെ ദൈവാധീനമോ അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനമോ പിന്നെ ജനങ്ങളുടെ അടങ്ങാനാവാത്ത ഒരു അഭിവാഞ്ഛയോ ഒക്കെ കൊണ്ടാണ് NDA ഇപ്പോൾ തിരുവനന്തപുരത്ത് അധികാരത്തിലെത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. രാജീവിൻ്റെ വിജയമാണോ ഇത്? തീർച്ചയായിട്ടും അത് നമ്പർ 1 രാജീവിനാണ്. ഞാൻ നേരത്തെ തൊപ്പിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ തൊപ്പി ആദ്യം കൊടുക്കേണ്ടത് ശ്രീ രാജീവിന് തന്നെയാണ്. RCക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ തൊപ്പി ആർക്കെങ്കിലും. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഒരു വിഷമം തിരുവനന്തപുരത്തെ ജനതയ്ക്കുള്ളത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തൊരു സമ്മാനമാണ് തിരുവനന്തപുരം നഗരസഭ. അത് ഒരു MP സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾക്കതൊരു കൈപ്പിഴ വന്നു, അത് ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ പിന്നെ തീരദേശങ്ങൾ ആണ് ചതിച്ചതെങ്കിൽ ആ തീരദേശം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ദാ തരുന്നു, പിടിച്ചോ എന്ന് പറഞ്ഞ് NDAക്ക് കൊടുത്തതാണ്. അത് ജനങ്ങൾ അറിഞ്ഞു കൊടുത്ത ഒരു സ്ഥാനമാണ്. കേവല ഭൂരിപക്ഷം നേടിയിട്ടില്ല, 50 സീറ്റുകളാണ്. 5 വർഷം ഭരിക്കുമോ? പിന്നെന്ത്, 45 ആണെങ്കിലും 5 വർഷം ഭരിക്കും. പിന്നല്ലേ 50 ആണെങ്കിൽ ഒരു സംശയവും വേണ്ട. നല്ല സുശക്തമായി വളരെ ഭംഗിയായി ഭരണം കൊണ്ടുപോകും. പിന്നെ 50-ന് ഇനി ഇവിടെ 2 സീറ്റ് അവിടെ ഇരിക്കില്ലേ, 2
സ്വതന്ത്രന്മാർക്കൊക്കെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യയോടൊപ്പം നിൽക്കേണ്ടി വരും. അവർക്കൊന്നും വേറെടുത്തും പോകാൻ പറ്റില്ല. പിന്നെ അടികൊണ്ട രാധാകൃഷ്ണൻ തീർച്ചയായിട്ടും LDFിലേക്ക് പോവില്ല. പിന്നെ UDFിലേക്ക് പോയിട്ട് ഇപ്പോൾ രാധാകൃഷ്ണൻ വേറെ ഒന്നും ചെയ്യാനില്ല. രാധാകൃഷ്ണൻ്റെ മണ്ഡലത്തിന് എന്തെങ്കിലും അത്ഭുതങ്ങൾ നൽകണമെങ്കിലോ അല്ലെങ്കിൽ അവിടുത്തെ ജനതയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത നൽകണമെങ്കിലോ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണമ്മൂലയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ കൂടെ നിൽക്കണം. അതുപോലെ തന്നെ പൗണ്ട് കടവിൽ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും സ്വതന്ത്രൻ ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യക്ക് 50 അല്ല 52 ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, 50 അല്ല 52 ഞാൻ പറഞ്ഞില്ലേ, 51 + 1 ഞാൻ പറഞ്ഞല്ലോ, അതായിരിക്കും എന്ന് പറഞ്ഞില്ലേ. ഏതാണ്ട് അത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 സ്വതന്ത്രനിലൂടെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് ചില പോക്കറ്റുകളിൽ മുസ്ലിം വോട്ടുകളിൽ നടത്തിയ ഒരു കളി കൊണ്ടാണ്. ഇല്ലെങ്കിൽ 55 സീറ്റ് അവർ പിടിച്ചേനെ, യാതൊരു സംശയവുമില്ല. ഈ CPM എന്താണ് സംഭവിച്ചത് തിരുവനന്തപുരത്ത്? CPMന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ അപാകത വന്നിട്ടുണ്ട്. അത് പല വിമതരും മറ്റു മറിച്ചവരുമായിട്ടൊക്കെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട വിമതർക്ക് പുറമെ പുറകിൽ നിന്ന് പല വിമതരും കളിച്ചിട്ടുണ്ട്. അത് ജയിക്കുമെന്നുള്ള ഉറപ്പുള്ള ചില സ്ഥാനാർത്ഥികളെ അവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് കഴക്കൂട്ടത്ത് അവർക്കൊരു 15 സീറ്റിൽ കുറയാതെ കിട്ടേണ്ടത് ഇപ്പോൾ ഒഴിവായിപ്പോയത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു 15 സീറ്റ് കഴക്കൂട്ടത്ത് 28 സീറ്റുണ്ട്. അവിടെ മുഴുവൻ എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ വാർഡുകൾ മുഴുവൻ വെട്ടി തിരിച്ച് പിന്നെ എല്ലാം LDFന് അനുകൂലമാക്കി വെച്ചതാണ്. എന്നിട്ടാണ് ഈ 29 സീറ്റ് പിടിച്ചതെന്ന് ആലോചിച്ച് നോക്കണം. ഇത് 69 സീറ്റ് പിടിക്കാൻ കണക്കാക്കിയാണ് ഈ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത്. ആ 69 സീറ്റ് പിടിക്കാൻ നടത്തിയ വാർഡ് വിഭജനത്തിൽ 29 സീറ്റ് അവർക്ക് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും LDFന് ഒരുപാട് അപാകതകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുണ്ട്. പിന്നിൽ നിന്നുള്ള കുത്തു വന്നിട്ടുണ്ട്. പിന്നെ അവസാന നിമിഷം നടന്ന ഈ PM ശ്രീ മുതലുള്ള വിവാദങ്ങൾ, ശബരിമല, അയ്യപ്പൻ്റെ കോപം, അതുപോലെ തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും അവിടുന്ന് പുറത്താക്കാത്തത്, എന്നിട്ട് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ നടന്നത്, ഇതെല്ലാം പല വിധത്തിൽ പ്രശ്നങ്ങളായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ തിരുവനന്തപുരത്തെ ജനത അസംതൃപ്തിയിലായിരുന്നു വളരെ നാളുകളായിട്ട്. കാരണം ഭരണത്തിൻ്റെ തണലിൽ നിൽക്കുന്ന തിരുവനന്തപുരത്തിന് പോലും പലതും ലഭിച്ചില്ല എന്നുള്ളതാണ്. അതിൽ വലിയൊരു ഘടകം ആര്യ രാജേന്ദ്രൻ എന്നുള്ള മഹതിക്കുണ്ട്. ആര്യ വാ പൊളിച്ചാൽ 1000 വോട്ട് പോകുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ വാ പൊളിക്കാതിരുന്നിട്ട് പോലും 1000 വോട്ട് പോയി. അതുപോലെ തന്നെ ഈ കോൺഗ്രസ് 10ൽ നിന്നും 19ലേക്ക് മാറിയിരിക്കുന്നു. അതും LDFന് തിരിച്ചടിയാണ്. അത് LDFന് നല്ല തിരിച്ചടിയായിട്ടുണ്ട്. കാരണം LDFന്റെ പല തീരദേശത്തൊക്കെ അവർ മുമ്പ് ജയിച്ചിരുന്ന സ്ഥാനങ്ങളെല്ലാം, അതുപോലെ തന്നെ മുട്ടട ഉൾപ്പെടെയുള്ള കേശവാസ്വരം ഒക്കെ LDF ജയിച്ച സ്ഥലങ്ങളിലെല്ലാം ഇപ്പം UDF വന്നിരിക്കുകയല്ലേ. അത് പിന്നെ UDFന്റെ ഒരു പിടിച്ചടക്കൽ തന്നെയാണ്. അതും LDFന്റെ കൃത്യമായി തന്നെ ഒരു പിടിപ്പുകേട്, LDF വിരോധം ഉണ്ടായിരുന്നു അല്ലേ. LDF വിരോധം ഇപ്പോഴല്ല, അത് 2ാം ഊഴത്തിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. കാരണം 1ാം ഊഴത്തിൽ അവസാനം രക്ഷകനായ പിണറായി വിജയനാണ് എല്ലാവർക്കും പിന്നെ കിറ്റ് നൽകിയതെങ്കിൽ 2ാം ഊഴത്തിൽ ശിക്ഷകനായ ഒരു പിണറായി വിജയനെയാണ് പലരും മനസ്സിൽ കണ്ടത്. അത് അദ്ദേഹം നൽകിയ ഈ പിന്നെ പെൻഷൻ കിറ്റുകളും മറ്റ് കിറ്റുകളും അതുകൊണ്ടാണ് എഫക്റ്റ് ചെയ്യാതെ പോയത്. ഈ ശിക്ഷ തന്നിട്ട് 4.5 വർഷം തൊഴിച്ചിട്ട് 6 മാസം തലോടുന്ന പദ്ധതി വേണ്ട ഞങ്ങൾക്ക് എന്ന് ജനങ്ങൾ തീരുമാനിച്ചോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. ചില പ്രശ്നങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട സന്ദർഭങ്ങളിൽ LDF നിന്നിട്ടില്ല. ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം പറഞ്ഞാൽ, എനിക്ക് നേരിൽ അറിയാവുന്നതാണ്. തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിലെ മൊത്തം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. സാറേ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പൈസ അടയ്ക്കാൻ പോകുമ്പോൾ പ്രായിക്കൊണ്ടാണ് ജനം പോകുന്നത്. ഒരു മാസമല്ല, മനസ്സിലായില്ലേ, എല്ലാ 2 മാസം കൂടുമ്പോഴും പ്രാഗിക്കൊണ്ടാണ് പോയി ഈ പണം അടയ്ക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പം അതെല്ലാം സ്പർദ്ധയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി അത് ചെയ്തു? KSEBയിലെ 10 ജീവനക്കാരുടെ മേന്മയ്ക്ക് വേണ്ടിയിട്ടോ? അതിനു വേണ്ടിയിട്ട് ഇത്രയും സീറ്റ് കളയണോ? ഇത്രയും അധികാര സ്ഥാനങ്ങൾ കളയണോ? LDF ആലോചിക്കേണ്ടതാണ്. നിങ്ങൾ നിൽക്കേണ്ടത് ജനങ്ങൾക്കൊപ്പമാണ്, അല്ലാതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ജീവനക്കാരുടെ ഒപ്പമോ അല്ലെങ്കിൽ പാർട്ടിയിലെ കുറേ ശിങ്കിടികൾക്കൊപ്പമോ അല്ല നിൽക്കേണ്ടത് എന്ന് ഈ ഇലക്ഷൻ CPMനോടൊരു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. ആ പറച്ചിൽ അവർ പഠിച്ചാൽ നല്ലത്. ഇനിയും അവരുടെ മേൽ കുതിര കയറാനാണ് നിൽക്കുന്നതെങ്കിൽ കണ്ണൂർ PP ദിവ്യ മുതൽ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ വരെ ഏതാണ്ട് കേരളം മൊത്തം ഉള്ളവർ ജനപ്രതിനിധികളായാലും പാർട്ടിക്കാരായാലും ജനങ്ങൾക്ക് മേൽ കുതിര കയറിക്കൊണ്ടിരുന്നു.
ആ കുതിര കയറ്റം ഇനി അവസാനിപ്പിക്കണം എന്നതുകൂടി ഈ ഇത്രയും വലിയ സാമ്പത്തിക കിറ്റ് കൊടുത്തിട്ടും തോറ്റതിൻ്റെ പിന്നിൽ അതുണ്ട്. അത് LDF മനസ്സിലാക്കിയാൽ നന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.